പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. കുറുമ്പന്മാരുടെ വിദ്യാഭ്യാസം. ഈ കഥ കേൾക്കൂ. പച്ചപ്പട്ടുടുത്ത വലിയ വൃക്ഷങ്ങളുടെ നടുവിൽ കാട്ടുചോലകൾക്കരികിൽ കാനന വിദ്യാലയം മനോഹരമായി അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കാട്ടിലെ കുട്ടിക്കുറുമ്പന്മാരെ നേർവഴിക്ക് നടത്താൻ പ്രധാന അധ്യാപകനായ തത്തമ്മ ടീച്ചറും മറ്റ് അധ്യാപകരും ചേർന്ന് തീരുമാനമെടുത്തു. സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസം എല്ലാവരെയും വിദ്യാലയ മുറ്റത്ത് വിളിച്ചുകൂട്ടി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണം. മാൻകുട്ടികളും മുയൽ കുഞ്ഞുങ്ങളും കുരങ്ങന്മാരുമെല്ലാം തുള്ളിച്ചാടിയെത്തി. കാട്ടിലെങ്ങനെ മാന്യമായി പെരുമാറണം, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, വൃത്തിയായി നടക്കണം, വിദ്യാലയവും പരിസരവും അച്ചടക്കത്തോടെ വൃത്തിയോടെ സൂക്ഷിക്കണം എല്ലാം പറഞ്ഞുകൊടുത്തു. എന്നാൽ കുറുമ്പന്മാരായ ചില കുട്ടികൾ അന്ന് വന്നതേയില്ല. അവർക്ക് സ്കൂളിൽ പോകാൻ തന്നെ മടിയാണ്. കാട്ടിലെ വഴിപോക്കരെ കല്ലെറിയാനും ചീത്ത പറയാനും നടക്കുന്ന ഒരു കൂട്ടർ. കുട്ടിക്കുറുക്കനും കാട്ടുപന്നിയും കുരങ്ങന്മാരുമായിരുന്നു ആ സംഘത്തിൽ. അവർ ആനയപ്പൂപ്പൻ്റെ വാലിൽ തൂങ്ങിയും പക്ഷിക്കൂടുകൾ തകർത്തും വികൃതികൾ കാണിച്ച് നടക്കുകയായിരുന്നു. ചീത്തവാക്കുകളും മോശം പ്രവൃത്തിയുമാണ് അവരുടെ പ്രധാന പ്രത്യേകത. ഏവരും വെറുക്കുന്ന കുഞ്ഞുങ്ങളായി മാറിയിരുന്നു. അവർ വന്നില്ലെന്നറിഞ്ഞ അധ്യാപകരായ മയിൽ സാറും ആനമാഷും അവരെ കണ്ടെത്താൻ പുറപ്പെട്ടു. കുറേ തിരച്ചിലുകൾക്കൊടുവിൽ അവർ കാട്ടുപന്തയ്ക്കുള്ളിൽ ഒളിച്ചിരുന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള പദ്ധതി തയ്യാറെടുക്കുകയായിരുന്നു. ആ കുറുമ്പന്മാരെ കണ്ടെത്തി നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. പറഞ്ഞു, മക്കളെ, നിങ്ങളെ തല്ലാനോ വഴക്കു പറയാനോ അല്ല വന്നത്. സ്നേഹത്തോട് തലോടിക്കൊണ്ട് ആനമാഷ് പറഞ്ഞു. മയിലമ്മ ടീച്ചർ സ്നേഹത്തോടെ അവരുടെ തലയിൽ തലോടി. നിങ്ങൾ മിടുക്കരല്ലേ, നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്, വരൂ നമുക്ക് ഒരുമിച്ച് പോകാം. അവരെ സ്നേഹത്തോടെ പുറത്തിരുത്തി ആനമാഷ് സ്കൂളിലേക്ക് നടന്നു പോകുന്ന കുട്ടികളെ ചിറകുകൊണ്ട് വീശി മയിൽ സാർ അവരെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ സ്കൂളിലെത്തി അവർ അധ്യാപകരുടെ വാക്കുകൾ കേട്ട് തീരുമാനമെടുത്തു. ഇനി മുതൽ ഞങ്ങൾ യാതൊരു വികൃതിയും കാണിക്കില്ല. പിറ്റേ ദിവസം കാനന വിദ്യാലയത്തിൻ്റെ മണി മുഴങ്ങിയപ്പോൾ ആ കുസൃതിക്കുട്ടന്മാരാണ് ഏറ്റവും മര്യാദക്കാരായി ഏറ്റവും വൃത്തിയായി മുൻപന്തിയിലുണ്ടായിരുന്നത്. അവരെ ചേർത്തു പിടിച്ച് അധ്യാപകർ പറഞ്ഞു, മക്കളെ, നിങ്ങൾക്കെന്നും നല്ലത് മാത്രം വരും.